മോർണിംഗ് സാർ. അങ്ങോട്ട് മാറ്റി നിർത്ത്. അകത്തേക്ക് പോ സാർ. പിടിക്കണം. എന്തായാലും പറ്റി സാർ. ഓക്കെ അല്ലേ? പൈപ്പ് എവിടെയാ സാർ? അവിടെ ഉണ്ട് സാർ. അങ്ങോട്ട് പോ സാർ. ഒരാൾ തെന്നി വീഴുന്ന ഇത്ര മോശം കാര്യമാണോ? ഏയ് ഒരിക്കലുമല്ല സാർ. പിന്നെ എന്തിനാണോ ഇവന്മാരൊക്കെ ഇങ്ങനെ കിടിക്കുന്നത്? എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണം. അതെങ്ങനെ സാർ? എന്നാ താനൊരു കാര്യം ചെയ്യും, ഇച്ചിരി ബ്ലീച്ചിങ് പൗഡർ എടുത്തും നേതർ. സാർ ക്രൈം സീനല്ലേ, അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാ? എന്നാ അതും വേണ്ട. സാർ കൊട കൊട ഐഡന്റിഫൈ ചെയ്തോ? സാർ ചെയ്തു. മീനുമായി കൊട ഇങ്ങോട്ട്. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ആ കുട്ടിയുടെ കൂടെയുള്ള കുട്ടി ഇന്ന് രാവിലെ വീട്ടിൽ പോയതേ ഉള്ളൂ. ആ കുട്ടി പൊതുവെ എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുന്ന. വല്ലാത്ത വീഴ്ചയായി പോയി. സാറ് ചെളി ഇരിപ്പുണ്ടോ സാർ അവിടെ? അങ്ങോട്ട് അധികം നോക്കണ്ട. യെസ് സാർ. സാർ ഈ കുട്ടിയെ അറിയാൻ സാധ്യത ഉണ്ടാവും. എനിക്ക് ആളൊരു സെലിബ്രിറ്റി മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. ഇൻഫോം ചെയ്താരാ? അത് അപ്പുറത്തെ വീട്ടിലെ സാറാ. എത്ര മണിക്ക്? ഒരു 8 മണിയെ കാണും. ഡോർ അടഞ്ഞാണോ കിടന്നിരുന്നത്? അതെ സാർ, ബട്ട് ലോക്ക്ഡ് അല്ലായിരുന്നു. ഹോമിസൈഡോ ആക്സിഡന്റോ? It looks like homicide. ചെരുപ്പ് ഹൈ ഹീലാണ്. തെന്നി വീണതാവാൻ ചാൻസ് ഇല്ലേ? Rare chance. അത്രയും ശക്തിയായിട്ടാണ് ബാക്ക് ഹെഡ് ഇടിച്ചിട്ടുള്ളത്. തെന്നി വീണതാണെങ്കിലും ഓക്സിപിറ്റൽ ഫ്രാക്ചർ ഉണ്ടായ തീർന്നില്ലേ? Let's wait for the autopsy report. എത്ര പേരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്? പ്രധാനമായും 2 പേരുടെ. രണ്ടും സീം ടു ബി ഫീമെയിൽ. അപ്പൊ മെയിൽ ഫിംഗർ പ്രിന്റ്സ് ഒന്നുമില്ലേ? ഇല്ലെന്നാ തോന്നുന്നത്. പിന്നെ ആ കോളിംഗ് ബെൽ സ്വിച്ചിലും ചുമരിലും കുറച്ച് ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. മേ ബി വിസിറ്റേഴ്സിൻ്റെ ആകാം. അപ്പോൾ ഓട്ടോപ്സിക്ക് വിടാല്ലേ സാർ? സാർ ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ട് ഫോൺ മിസ്സിംഗ് ആണ്. ഫോൺ യൂസ് ചെയ്തിരുന്ന ആളാണ്? അല്ല, ചില സമയം ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഫോൺ യൂസ് ചെയ്യാറില്ലല്ലോ. അവരുടെ മാനേജേഴ്സും സെക്രട്ടറീസും ഒക്കെ അല്ലേ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യണം. ഷുവർ സാർ. ഈ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിക്കല് എൻ്റെ ഒരു ശീലമാണ്. ഇന്നാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നല്ലോ. ഈ ജനലിൽ കൂടി നേരെ നോക്കിയാൽ കാണാനാണ് എൻ്റെ മുറി. എന്നിട്ട് ഇവിടെ നിന്ന് നല്ല പാട്ട് ഒച്ചത്തിൽ കേൾക്കുമായിരുന്നു. അതൊരു പതിവാണ്. അങ്ങനെ എൻ്റെ കണ്ണൊന്നാ ജനലിലേക്ക് പാളി. അതും ശീലമായിരിക്കും, പെമ്പിള്ളേരുള്ള വീടായതുകൊണ്ട്. അയ്യോ സാർ, ഈ പെമ്പിള്ളേരുള്ളതുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഈ നിതാന്ത ജാഗ്രത. അതെ അതെ അതെ, ബാക്കി പറ. ഈ പാളി കിടക്കണ ജനലിലൂടെ ഒരു വട്ടം ഞാൻ കണ്ടു സാർ കിടക്കണത്. എൻ്റെ മനസ്സൊന്ന് പാളി, അല്ല കാളി. ഇങ്ങനെ ഒരു കിടപ്പ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സാർ. ആരുടെ? ഒരു കമ്പെടുത്ത് ഞാൻ ആ ജനൽപ്പാളി ഒന്ന് മാറ്റിപ്പോയാണ് സാർ കണ്ടത്. ഓ, അപ്പം തന്നെ ഞാൻ ഹൗസ് ഓണറെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. എത്ര മണിക്കാ? ഒരു 8 മണിയായിട്ടുണ്ടാവും സാർ. 8 മണിക്കാണോ നിങ്ങൾ എഴുന്നേക്കുന്നത്? ഇന്നലെ ഇവർ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാനും കിടക്കാൻ ലേറ്റായി. അപ്പം നിങ്ങൾ വെളുപ്പം കാലത്ത് ഇവിടുന്ന് ശബ്ദോ ബഹളോ ഒന്നും കേട്ടില്ലേ? അങ്ങനെയൊന്നും കേട്ടില്ല. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ സാർ. ഈ ഡെഡ് ബോഡി കാണാതെ എനിക്ക് പേടിയാ. ഞാൻ പുറത്ത് നിന്നോട്ടെ. നമ്മളൊക്കെ എന്നായാലും ഡെഡ് ആവേണ്ട ബോഡിയല്ലടോ. അല്ല സാർ, അപ്പോൾ നമ്മൾ ആ ബോഡി കാണുന്നില്ലല്ലോ. ഇപ്പോൾ പുറത്ത് നിൽക്കാൻ പറ്റുമോ? ചെല്ല്. ഓ ശരി സാർ. ഇനി മേലെ ഒളിഞ്ഞു നോക്കൂല സാർ. ആ കൂടെയുള്ള കുട്ടിയെ ലൈന് കിട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ CDR എടുക്കണം. ഓക്കെ സാർ. മരിച്ച പെൺകുട്ടിയുടെ ഫോൺ ഉപയോഗിച്ചിരുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കണം.
എന്നിട്ട് അവളുടെ ഫ്രീക്വൻറ്റ് കോൾ ലിസ്റ്റിലുള്ള ആളുകളുടെ CDR എടുത്തിട്ട് എൻ്റെ മെയിലിലേക്ക് തന്നെ അയക്കണം ഇന്ന് തന്നെ. ഷുവർ സാർ. CDR അല്ലേ? അത് താനെടുക്കണോ ഞാൻ എടുക്കണോ? പുറത്ത് എന്തിനാണോ ഇത്രയും മീഡിയ? സാർ മരിച്ചത് സെലിബ്രേറ്റ് അല്ലേ സാർ? പോരാത്തതിന് സോഷ്യൽ മീഡിയയിലെ താരവും അതിൻ്റെതായൊരു അതെ സർ. ഒറ്റ ഡീറ്റെയിൽസ് മാർക്ക് കൊടുക്കരുത്. ഇല്ല സർ. വെറുതെ കിടന്ന് ആഘോഷികളും പോലീസിന്റെ അനാസ്ഥ ഇനാസ്ഥ കോണാസ്ഥ ഹലോ. മാങ്ങത്തോലി. പറയാം സാറേ. നിക്ക് കോമ്പൗണ്ട് മൊത്തം ബാരിക്കേറ്റ് ടൈപ്പ് വെച്ച് കെട്ടണം. സർ. ഒരൊറ്റ ഫോട്ടോ പോലും പുറത്തു പോരുത്. ഒരിക്കലും ഇല്ല സാർ. എന്താ പറയുമെന്ന്? സാറേ ഹൗസ് ഓണർ ഒന്ന് പോയിക്കോട്ടെയും ചോദിക്കുന്നു. വേണ്ട, 2 ദിവസം ഇവിടെ താമസിച്ചോളാം പറ. അല്ല സ്റ്റേറ്റ്മെന്റ് എടുത്തെങ്കിൽ പറഞ്ഞു വിടറേ, മനസ്സിലായി? കഷ്ടം. എന്ത് പാടി? അല്ല ഗോപാലകൃഷ്ണ പണിക്കർ വിളിച്ചപ്പോൾ ഞാൻ അമർ ഇനിയും കൂവോടോ? ഇനി കോ സാർ. ഡോൺ വറി സാർ, ജീപ്പ് പുറകോട്ട് എടുക്കാൻ പറയാം, കുഴപ്പമില്ല, നമുക്ക് കയറാം. മാക്സിമം ബാക്ക് എടുക്കാൻ പറ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. അതിൻ്റെ ആവശ്യമുണ്ട്. അതെ സാർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ. അതെ അതെ. എന്തായാലും ചാനൽ മാറ്റി വല്ല പാട്ട് ഓടറോ? ഗോ. എല്ലാ ഫോട്ടോ എടാ എടുക്കത്തെ യൂട്യൂബിൽ ലൈഫല്ലേ? വീഡിയോസ് ഒക്കെ എടുത്ത് നോക്ക്, എന്നാലേ കാര്യം മനസ്സിലാവുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. സർ. സാർ സർ. എന്താ? സാർ നീനുവിൻ്റെയും ഫ്രീക്വൻറ്റ് കോൺടാക്ട്സിൻ്റെയും CDR, ടവർ ലൊക്കേഷൻ, പിന്നെ നീനു വർക്ക് ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇവയെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു സാർ. സർ നീനുവിന്റെ റൂംമേറ്റ്, മാനേജർ, പാൽക്കാരൻ, പത്രക്കാരൻ, കുടുംബശ്രീക്കാരൻ ഇവരുടെ എല്ലാവരുടെ മൊഴിയെടുത്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് അവരവിടെ വന്ന് ഇവരാരും തന്നെ കണ്ടിട്ടില്ല. നീനുവിന്റെ റൂംമേറ്റ് അഞ്ജിതയും മാനേജർ ഭഗത്തും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സർ. ആ പെൺകുട്ടിയാണോ അവിടെ ഫ്രണ്ട് ഓഫീസിൽ അതെ ഇരിക്കുന്നത്? സാർ. അതെ സർ. ഫിംഗർ പ്രിന്റ് സാർ ഐഡന്റിഫിക്കേഷൻ ലേഡി ഫിംഗർ പ്രിൻറ്റ് നീനുവിൻ്റെയും റൂംമേറ്റിൻ്റെ ആണ് തെളിഞ്ഞു സാർ. മെയിൽ പ്രിൻറ്റ് മാനേജർ ഭഗത്തിൻ്റെ ഒത്തു നോക്കി, പക്ഷേ മിസ് മാച്ചിങ് ആണ് സാർ. ഒരു കാര്യം ചെയ്യും, ആ അയൽക്കാരൻ്റെയും ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരുടെയും ഫിംഗർ പ്രിന്റ്സ് ക്രോസ് മാച്ച് ചെയ്തേക്ക്. സാർ അന്വേഷണം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കണം. ഉണ്ടാക്കാം സാർ. യെസ് സർ.